എന്ന് പറഞ്ഞ വലിയ സാധനം ഗിന്നസ് ബുക്കിലൊക്കെ കയറിയിട്ടുണ്ടല്ലോ പറഞ്ഞത്. ഗിന്നസ് ബുക്ക്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ജയ്പൂരിലാണ് നമ്മളുള്ളത്. ഇന്നിപ്പോൾ ജയ്പൂർ മൊത്തം കറങ്ങും, അതാണ് ഇന്നത്തെ ലക്ഷ്യം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ഇന്നലെ താജ്മഹലിൽ പോയിട്ട് ഭയങ്കര വെയിലായിരുന്നു. വെയില് താജ്മഹലിൽ പോയി ഭയങ്കര വെയില്. ഫത്തേപൂർ സിക്രി പോയി ഭയങ്കര മഴ. ഭയങ്കര മഴ എന്ന് പറഞ്ഞാല് ഇവിടെ എനിക്ക് തോന്നുന്നു റോഡൊന്നും അവര് ഡ്രെയിനേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ടേ മഴ പെയ്യുമ്പോ അപ്പൊ തന്നെ റോഡ് ഫുള്ള് വെള്ളം നിറയും. അതുപോരാത്തതിന് ഇവർക്ക് ആ വേസ്റ്റ് ഡിസ്പോസൽ കറക്റ്റ് അല്ലാത്തതുകൊണ്ടും എല്ലാ വേസ്റ്റും ഈ റോഡിലേക്ക് ഒഴുകിയിടും. നമ്മളൊക്കെ പുറത്തുനിന്നുള്ള ആൾക്കാരെ വീഡിയോ ആണല്ലേ, ഡൽഹിയൊക്കെ പോയിട്ടിട്ടാണ്, ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സൊക്കെ പോയിട്ടിട്ടാണ് എന്നൊക്കെ പറയണത്. അതെനിക്ക് തോന്നണം ഈ കാരണം എന്ന് വെച്ചാല് ഈ കാരണം ആയിരിക്കുള്ളൂ. ഇവര് കറക്റ്റായിട്ട് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യില്ലേ. ഇപ്പൊ ഞങ്ങളൊരു കടയിൽ കയറിക്കും, അത്യാവശ്യം നല്ല കടയൊക്കെയാണ്. പക്ഷെ നമ്മള് ഒന്ന് ജസ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ പുറത്തേക്ക് നോക്കുമ്പോൾ സൈഡിൽ ഫുള്ള് അവിടെ ഇവിടെ വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ്, അങ്ങനെ കുറെ വേസ്റ്റുകൾ. പിന്നെ പശുക്കളുടെ കാര്യം പിന്നെ പറയാനേ പറ്റില്ല കേട്ടോ. എന്തോരം പശുക്കളെ റോഡിലൊക്കെ കിടക്കും, വണ്ടി ഇടിച്ചിട്ടുണ്ടാവും. എന്തോരം പശുക്കളായതുകൊണ്ട് തന്നെ നമുക്ക് ബസ്സുകാർക്ക് പോലും വലിയ സ്പീഡിൽ പോകാൻ പറ്റുന്നില്ല. ഏറ്റങ്ങളടക്കി നാട് റോഡിലേക്ക് കിടന്നിട്ടാണ് ഈ കാളുകൾ കുത്തോടുന്നത്. അങ്ങനെയൊക്കെയാണ് ഇവിടെ. പിന്നെ ഒരു ടോയ്ലറ്റിന് ഒരു പ്രാധാന്യം കൊടുക്കാത്ത സ്ഥലമുണ്ടോ നോർത്ത് ഇന്ത്യൻസ്. ടോയ്ലറ്റൊന്നും നമുക്ക് സഹിക്കില്ല. ആ കാര്യത്തിൽ നമ്മുടെ കേരളം തന്നെ ഫാർ ബെറ്റർ ആണ്. പിന്നെ ഇവിടെ ഹോട്ടൽസിലായാലും ടോയ്ലറ്റ് എന്ന് വെച്ചാൽ ഓക്കെ എന്ന് പറയാൻ പറ്റുള്ളൂ. പബ്ലിക് ടോയ്ലറ്റൊക്കെ ചിലത് മാത്രം നല്ലതുള്ളൂ, ബാക്കിയൊന്നും നമുക്ക് അകത്തേക്ക് കയറാൻ പോലും പറ്റില്ല. അപ്പോൾ ഇനി ജയ്പൂറിന്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പൊ പറഞ്ഞത് ആഗ്ര, ഡൽഹി കാര്യങ്ങളാട്ടോ. ജയ്പൂരിൽ നിന്ന് രാത്രി വന്നിട്ടുള്ളൂ. അപ്പോൾ സ്റ്റേ ട്യൂൺ. അപ്പോൾ ഇന്ന് 9 മണിക്ക് ഇറങ്ങണ്ടേ. അപ്പോൾ ജസ്റ്റ് എഴുന്നേറ്റുള്ളൂ. ഇനി റെഡി ആവണം, ഫുഡ് കഴിക്കണം. അപ്പോൾ സ്റ്റേ ട്യൂൺ. ഇന്നലെ എനിക്ക് നല്ല പനിയുള്ളതുകൊണ്ട് തന്നെ അധികം സംസാരിച്ചെടുത്തില്ല. ഓക്കെ, ഇപ്പോഴൊന്നും എൻ്റെ ഒച്ചയൊന്നും ശരിയായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇന്നും നല്ലൊരു രീതിയിൽ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ജയ്പൂരാണ് നടക്കാൻ ഇറങ്ങിയതാണ് ഗൈസ്. അവിടെ എറണാകുളം വൈബില്ലേ ഇവിടെ, എറണാകുളം ഒക്കെ ഉള്ള പോലെ. രാവിലെ നടക്കാറിങ്ങിയപ്പോ തന്നെ ഒരു വീടിന്റെ ഫ്രണ്ടിലും മയിലിരിക്കുന്നു. ഇത് ആൺമയിലാണ്. ഞങ്ങൾ വന്ന വഴിക്ക് കുറെ പെൺമയിലിനെ കണ്ടായിരുന്നു. അതെ, ജയ്പൂർ ഇത് അമ്പലം കേട്ടോ. ജയ്പൂരിലെ ഇവിടെ നിറച്ച് തെരുവോട്ടുകള് ഒക്കെയാണ്. അതന്നെ, വൈബൊക്കെ കേരളം പോലെയൊക്കെ ഉണ്ടെങ്കിലും ഇച്ചിരി വൃത്തിയും മേലെയൊന്നും ഇല്ല. പിന്നെ ആ കാണുന്നൊക്കെയാണ് പബ്ലിക് ടോയ്ലറ്റ്സ്. അവിടെ നമുക്ക് അടുക്കാനേ പറ്റില്ല. വേറെ കുഴപ്പമൊന്നുമില്ല, ബാക്കിയൊക്കെ നമ്മുടെ പോലെ തന്നെ സിമിലർ. ഇത് കണ്ടു കഴിഞ്ഞാൽ വരാനൊന്നും സാധനം ഉള്ളിലേക്ക് കയറിപ്പോ. അത്രയും മനോഹരമായ ടോയ്ലറ്റുകളാണ്. അതന്നെ, ടോയ്ലറ്റിൽ നമുക്ക് കയറാൻ പറ്റില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. Accession Act of India, which one kingdom had 1 million population, 10 million revenue, only they will separate, either they had to go in Hindustan or in Pakistan. So those time the 19 kingdoms very easily they had merged in a union. It's called the Union of Rajasthan. But Jaipur, Jodhpur, Udaipur, they were separate. But in March 30, 1949, that Jaipur ruler Maharaja Man Singh had realized it will be not possible to stay alone. That's why March 30, 1949, he did write a letter to Sardar Vallabhbhai Patel. And when he came in Jaipur in Diwan-e-Aam, in the king house family, in that assembly court, then the Maharaja had given the signature on instrument of Accession Act of India, and he had surrendered, and he had merged in the Rajasthan state. And Jaipur, it's become capital of Rajasthan, and Maharaja Man Singh was the first head of that state. He was, that means, Raj Parmukh.
But Jaipur and Udaipur king never want it. Only Jaipur king will be only that head Parmukh, Raj Parmukh or head of the state. That's why 1956, when Udaipur and Jodhpur also had merged in Rajasthan, that time they had given the condition you have to like over the post of Raj Parmukh. Then we will be merged. So in 1956, finally, all kingdom had merged in a state, and then it's completely become a state Rajasthan, and Jaipur is capital. Jaipur is 300 years old, but originally before Jaipur, 11th century, was the first well-planned city of Asia. So it's called Paris of India, Paris of Asia. But when the city was built by Maharaja Sawai Jai Singh, it was not in yellow or in white color. It was not in pink color. It was in yellow or in white color. Rain on rooftop on veranda, seating arrangement. If any procession pass in street with elephant, horse, bull wagon, chariots, people can overview without any disturbance. In first floor, have look. All both sides first floor had netted screen. It's called charoka because in Rajasthan we have the ghungat. So women always they used to sit in window. They can overview, but nobody could see face of them. That's why the fifth number king of Jaipur, Maharaja Sawai Pratap Singh, had to build the Hawa Mahal because Maharaja Jai Singh had 27 wives. Maharaja Madhav Singh 2 meter tall, 1 meter wide, 250 kilogram weight. The Maharaja had 9 wives. Maharaja Pratap Singh had more than 30 wives. So when Maharaja had 10, 20 wives, they never come in the local window to attend the procession and celebration. So how could see the procession? So Maharaja had to build a balcony separately for them. And there is Maharaja made it the 953 window, and that was connected to the Queen Palace with an underground tunnel. So festival procession time, all royal women just came through tunnel. They were sit inside the Hawa Mahal balcony. They can overview, but nobody could see face of them. So just be going to see that balcony, please. But you have to see the most attraction of the building is architecture. Was in the city, and they uses the water logging system to collect the rainwater, and after purify they could supply the drinking water from here. So now you please get you ready to see the Hawa Mahal. Why it's called the Hawa design? This is not a place, this is a facade. Only 1 inch wide is screen. So just have a look in the bottom. This building had no foundation. So palace in wind palace, air palace. How could possible to make the building without foundation? You know, if you could try to make stand the paper will fall down. But if you give the semicircle angle, the paper will easily stand. It will be hold the weight. So this building has in semicircle. Fruit flower color to print on textile. So when you use the textile, it give you cool pleasure in the summer and warmness in winter. So that's why the Jaipur handmade textile, world class, world famous. Persi, pad covered dress material, chudidar, sari, and a lightweight kambli, rajai. That's why world famous. When we did fail, color is cool. We start to make it multicolor and rugs. Can you believe it? Million to billions knots in a carpet, but each knot tied by hand. So hand. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ റോഡിലേക്ക് കാല് കുത്തിയില്ല. ഫസ്റ്റ് കാണുന്നത് പശുവിനെയാണ്. അപ്പം നമ്മളിപ്പോൾ ജന്തർ മന്ദിറിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജസ്ഥാൻ്റെ ക്യാപിറ്റലായ ജയ്പൂരിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പ്ലേസാണ് ജന്തർ മന്ദിർ. ഒരേ സമയം യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സ്റ്റാറ്റസും ഒരു ഗിന്നസ് റെക്കോർഡും ഹോൾഡ് ചെയ്യുന്ന സ്ഥലമാണ് ഈ ജന്തർ മന്ദിർ. ജന്തർ മന്ദിർ പണിതത് രജപുത് രാജാക്കന്മാരുടെ ഏറ്റവും ഉയർന്ന, അതായത് അദ്ദേഹത്തിൻ്റെ ടൈറ്റിൽ തന്നെ രജപുത് പോളിമാത്ത് എന്നാണ്. പോളിമാത്ത് എന്ന് വെച്ചാൽ ഒരു പേഴ്സൺ പലതരം സ്കില്ലുകൾ, നോളജുകൾ, ഡീപ്പ് നോളജ്, എക്സ്പീരിയൻസ് അക്രോസ് ഡിഫറെൻറ്റ് സബ്ജക്ട്സ്, അൺറിലേറ്റഡ് സബ്ജക്റ്റ്, അങ്ങനെയൊക്കെ മൾട്ടി ടാലൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാണ് ഒരു പോളിമാത്ത് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു രജപുത് പോളിമാത്ത് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് ഡിഫറെൻറ്റ് ടൈറ്റിൽസ് ഉണ്ട്. അദ്ദേഹം കിങ് ഓഫ് രാജസ്ഥാൻ, രജപുത് ആംബർ ഓഫ് രാജസ്ഥാൻ അങ്ങനെയൊക്കെ അറിയപ്പെടും. പിന്നെ ഒരു മാത്തമാറ്റീഷ്യനായിട്ടും ഒരു ആസ്ട്രോണമറായിട്ടും ഒരു വലിയ ആർക്കിടെക്റ്റായിട്ടുമാണ് അദ്ദേഹം. പിന്നെ ഒരു മിലിറ്ററി ടാക്ടീഷ്യനായിട്ടുമാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സൺഡേൽ എന്ന് പറയുന്ന സാധനം. ഇതൊരു ക്ലോക്കാണ്. പണ്ട് മാനുവലി ടൈം നോക്കിക്കൊണ്ടിരുന്ന ക്ലോക്ക്.
പണ്ട് രാജാവ് ഇതിൻ്റെ മേളിൽ വന്ന് നിന്ന് ഇതിൽ മാനുവലായിട്ട് നമുക്ക് സമയം നോക്കാൻ പറ്റും. എല്ലാ റീഡിങ്സും സ്കെയിൽസും ഇതിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് സമയം നോക്കാൻ പറ്റും. കറക്റ്റ് ടൈമിംഗ് ആയിരിക്കും. അന്നത്തെ ടെക്നോളജിയിൽ അതൊരു ക്ലോക്കായിരുന്നു. ഇതിൻ്റെ തന്നെ പല സൈസിലുള്ള ക്ലോക്കുകളിവിടെ ഉണ്ട്. പിന്നെ ഇതൊരു പ്രൊട്രാക്ടർ പോലത്തെ സാധനമാണ്. ഇതിന് തന്നെ പല ഡൈമെൻഷനിലുള്ള പ്രൊട്രാക്ടർ ഉണ്ട്. 360 ഡിഗ്രിയിൽ തിരിക്കുന്നത്. പിന്നെ ഓരോ പ്ലാനറ്റുകളുടെ ലൊക്കേഷൻ, ഭൂമിയുടെ അനക്കം, ഇപ്പോൾ സൂര്യൻ എവിടെ നിന്നാണ് തിരിയുന്നത്, ചന്ദ്രൻ എവിടെയാണ്, അങ്ങനെയൊക്കെയുള്ള ആസ്ട്രോണമിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. പല ആസ്ട്രോണമിക്കൽ കാൽക്കുലേറ്റേഴ്സും ഇവിടെയുണ്ട്. അതിങ്ങനെ മാനുവലായിട്ടാണ് ഒരു കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് വരച്ച് ഇങ്ങനെ തിട്ടപ്പെടുത്തിയെടുക്കും. സൺഡേയിൽ തന്നെ ഇവിടെ 3 ടൈപ്പ് സൺഡേയിലുണ്ട്. ഇതേപോലെ തന്നെ 19ഓളം ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. അതിൽ ഫേമസ് ആയിട്ടുള്ള രാമയാത്ര എന്ന് പറയുന്നൊരു മെഷീനുണ്ട്. അത് ഷാഡോ വെച്ചിട്ട് റീഡ് ചെയ്യണതാണ്. പിന്നെ യാത്ര രാജ് എന്ന് പറഞ്ഞിട്ടൊരു ഡിസ്ക് പോലത്തെ സാധനമുണ്ട്. അത് വർഷം, ഇയർ, കലണ്ടർ, അങ്ങനത്തെ സാധനങ്ങൾ, സമയം അങ്ങനത്തെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. അതൊരു കോർഡിനേറ്റ് പോലത്തെ സാധനമാണ്. So we can say this was the primary, and there is Maharaja built in like in secondary. Like in he just got research and final built. ഇത് ഉപയോഗിച്ചിട്ടാണ് ഇത് അളക്കണത്. ഇവിടുത്തെ എല്ലാ മെഷീൻ്റെയും പ്രിൻസിപ്പിൾ സൺ ട്രാക്ക് ചെയ്യും, സണ്ണിനെ ട്രാക്ക് ചെയ്യും, പിന്നെ ഷാഡോനെ ട്രാക്ക് ചെയ്യും. അങ്ങനെ ഡേ ടൈം പ്രോഗ്രഷൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഇവിടെ. എല്ലാ മെഷീൻസിലും മെയിൻ പ്രിൻസിപ്പിൾ സൺ ട്രാക്കിംഗ് ആണ്. ഇതാണ് രാമയാത്ര. ഇത് 2 സിലിണ്ടറിക്കൽ ബിൽഡിങ്ങുകളാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ആൾട്ടിറ്റ്യൂഡ് മെഷർ ചെയ്യാൻ പറ്റും. ആൾട്ടിറ്റ്യൂഡിൻ്റെ വേരിയേഷൻസ് ഒക്കെ മെഷർ ചെയ്യാൻ പറ്റും. പിന്നെ ഇദ്ദേഹം എല്ലാ മെഷീൻസും 3 എണ്ണമൊക്കെ പണിതിട്ടുണ്ട്. അതായത് ഒരെണ്ണത്തിലെ റീഡിങ് എപ്പോഴും ആക്യുറേറ്റ് ആയിരിക്കില്ല. അപ്പോൾ ആൾ 2 എണ്ണം 3 എണ്ണം ഒക്കെ അടുപ്പിച്ച് റീഡിങ് എടുക്കും. ആക്യുറേറ്റ് ആയിരിക്കില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വലിയ ഡിഫറൻസ് ഉണ്ടാവുന്നല്ലേ. ശരിക്കും പറഞ്ഞാൽ 2 സെക്കൻഡിൻ്റെ ഒക്കെ ഡിഫറൻസ് ആകെ ഉണ്ടാവുള്ളൂ. ആ 2 സെക്കൻഡ് ഡിഫറൻസ് പോലും അദ്ദേഹത്തിന് വലിയൊരു ഡിഫറൻസ് ആയിട്ട് തോന്നിയതുകൊണ്ടാണ് അദ്ദേഹം 2-3 എണ്ണമൊക്കെ ഉണ്ടാക്കിയത്. അതായത് അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ട് അദ്ദേഹത്തിന് ആ റീഡിങ് കിട്ടണം. നമ്മളിപ്പോൾ ജന്തർ മന്ദറിലാണ്. എൻ്റെ പൊന്നി, ഈ ഏടികളിൽ ഇവിടുത്തെ രാജാക്കന്മാർക്ക് എന്ത് ബുദ്ധിയായിരുന്നു. ഇവിടെയൊക്കെ എന്തൊക്കെ ചെയ്തു വെച്ചേക്കണേ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ മാത്സിൽ രാജസ്ഥാനിലെ ജയ്പൂർ ആൾക്കാരൊക്കെ മാത്സിൽ ഇത്ര അഗ്രഗണ്യന്മാരായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് ഇവിടേക്ക് വരുമ്പോൾ കേട്ടോ. വെയിലുണ്ടെങ്കിലും ഇതൊക്കെ എങ്ങനെയാണല്ലോ ഇവരൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പൊളി സ്ഥലം. പക്ഷെ ഭയങ്കര വെയിലായിപ്പോയി ഞങ്ങളൊന്നും. വെയിലെന്ന് പറഞ്ഞാൽ അന്യായ വെയിൽ, കരിഞ്ഞിരിക്കും, റിലാക്സ് ചെയ്യാൻ പറ്റൂല. എൻ്റെ പിറകിൽ കണ്ട സാധനങ്ങളാണ് ഈ സാധനങ്ങളൊക്കെ. ഓരോ ആസ്ട്രോണോമിയിൽ ഓരോരോ സ്റ്റാർസിനെയൊക്കെ പഠിക്കുന്ന സംഭവം. ഇത് പിറകിൽ കാണുന്ന വലിയത് കണ്ടോ, അതെന്തോ ക്ലോക്കാണ്. അത് വെച്ചിട്ട് നമ്മുടെ ഇന്ത്യൻ പഴയ ടൈമിങ് പക്ക, നമ്മൾ വാച്ചിലുള്ള ടൈമിംഗ് ഒക്കെ പക്കയായിരിക്കും അതിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. ആകെ 2 സെക്കൻഡിൻ്റെ എറർ വന്നു. അത് നോക്കണ ആൾക്ക് അനുസരിച്ചിട്ട് സ്ഥലമൊക്കെ അടിപൊളി തന്നെ. വേറെ പിന്നെ ഇത് കമ്പാരിറ്റീവ്ലി നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടു കേട്ടോ. പുല്ലും ലോണും കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ലോണം അടിപൊളി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പറഞ്ഞ വലിയ സാധനം ഗിന്നസ് ബുക്കിലൊക്കെ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഗിന്നസ് ബുക്കിൽ ഇയാളെ നേടിയ ഇതാണ് വിഹൃത് സമ്രത് യാത്ര എന്ന് പറയുന്ന ഗ്രേറ്റ് സുപ്രീം ഇൻസ്ട്രുമെൻ്റ്, അല്ലെങ്കിൽ കിങ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ്, അല്ലെങ്കിൽ വേൾഡ് ലാർജസ്റ്റ് സൺഡയൽ എന്നറിയപ്പെടുന്ന ഗിന്നസ് റെക്കോർഡ് ബുക്കിൽ സ്റ്റാറ്റസ് ഉള്ള 27 മീറ്റർ ഹൈറ്റും 90 ഫുട്ട് ടോളും ആയിട്ടുള്ള സൺഡയലാണ്. ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ടെല്ലിംഗ് ലോക്കൽ ടൈം ആക്യുറേറ്റ്ലി അപ് ടു a minor 2 second ഡിലേ. ഈ സമയം തന്നെ അതേപോലെ തന്നെ കോമ്പോസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കറക്റ്റ് സമയം എല്ലാം നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ രാജാവൊക്കെ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ പറയാം സൂപ്പർ ജീനിയസ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ് പുള്ളിക്കാരൻ. പണ്ടെന്ന് വെച്ചാൽ ഇവർ
ഭയങ്കര വലുതായിട്ട് ഉണ്ടാക്കണമല്ലോ. ഇന്നത്തെ ഇപ്പോൾ നമുക്കൊരു കോമ്പസോ പോർട്രേറ്റോ ഉണ്ടെങ്കിൽ നമുക്ക് ചെറുതുണ്ടാക്കും. പക്ഷെ അന്നത്തെ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ വലിയ കോൺസെപ്റ്റ് അവർ വലുതാക്കി ഉണ്ടാക്കും. അപ്പോൾ ആദ്യം 2 ഉണ്ടാക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെ പൊളിച്ച് വേറെ ഉണ്ടാക്കും. അങ്ങനെ ഇത്ര നാളത്തെ ട്രെയിലൻ്റെ അത് വെച്ചിട്ട് ശേഷമായിരിക്കും അവർ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അത് സമ്മതിക്കണം. ആംബിയൻസ് ഒക്കെ നൈസ് കേട്ടോ. ലോണും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ച് നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നടന്ന് ഇവിടെ കാണാനും എല്ലാം നല്ല ഡൽഹിനെ കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ജയ്പൂർ കുറച്ചുകൂടി ഇങ്ങനെ മെയിൻറ്റെയിനിങ്ങിനും വൃത്തിയിലും മെനയിലൊക്കെ ഉണ്ട്. നല്ല വെയിലാന്നുള്ളൂ. കണ്ടോ സെറ്റപ്പാണ്. അതെ ആ കാണുന്ന അതിന് വേറൊരു ടൈപ്പാണ്. ഇപ്പം പറഞ്ഞ ക്ലോക്കില്ലേ അതിൻ്റെ വേറൊരു ചെറുത്, അവിടെ വേറെ ഒരെണ്ണം, അങ്ങനെ നല്ല സെറ്റപ്പായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. നടക്കുന്ന സാധനം വരെ പഴയ എന്തോ ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിരുന്നു, കേടായി പോയി. കണ്ടോ പഴയ ഗ്ലോബ്. മോഡൽ ഓഫ് സോളാർ സിസ്റ്റം പഴയ സങ്കല്പത്തിലുള്ള സോളാർ സിസ്റ്റം. അപ്പോൾ വീഡിയോ ഇവിടെ വരെ കണ്ടവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺ. ബൈ ബൈ. സീ യു.